എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രമാറ്റിക് ഫുട്ബോൾ ഡേ കഴിഞ്ഞിട്ടാണ് 3 പേരും ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഷാഫിക്ക ഉണ്ട്, അതുപോലെ തന്നെ പ്രശസ്ത ആങ്കർ സെയ്ഫുക്ക ഉണ്ട്. പക്ഷെ സെയ്ഫുക്ക എന്ന അത്ര സന്തോഷത്തിലല്ല ഇരിക്കുന്നത്. സെയ്ഫുക്കാൻ്റെ നിന്ന് തുടങ്ങാം നമുക്ക് ഇന്നൊരു ചേഞ്ചിന്. സെയ്ഫുക്ക, നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോ, ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ അമ്മോ രക്ഷപ്പെട്ടതാണെന്ന് അർജൻറ്റീന. ഒരു ഡ്രാമ അറ്റ് ഇറ്റ്സ് പീക്ക് എന്നൊക്കെ പറയാവുന്നത്. അബ്സല്യൂട്ട് സിനിമ. അബ്സല്യൂട്ട് സിനിമ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത്, ഇവൻ ഈ മെസ്സി ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നല്ല പൊസിഷൻ ഗെയിമും ഇപ്പം നല്ല ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നല്ല പൊസിഷൻ ഗെയിമായിരുന്നു അർജൻറ്റീന. ബോൾ കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാം ആൻഡ് കൂൾ ഗെയിമായിരുന്നു, കമ്പോസ്ഡ് ഗെയിമായിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നെ മെസ്സിയുടെ ഗോളും വന്നപ്പം ഇവൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇവൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് കാരണം ടി വി ഓണായിട്ട് ആണ് സോഫയിൽ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ ഉണർന്നപ്പോൾ 118 മിനിറ്റിൽ 3-2 ഇങ്ങനെ കാണുന്ന സ്കോർ ബോർഡ്. അങ്ങനെയുള്ള ഒരാളെന്ന് അയാളുടെ ഒരു മാനസികത ആലോചിച്ച് നോക്കി. അതും കേപ്പ് വെർദേക്കെതിരെ അർജന്റീന മത്സരിക്കുന്നു. 118 മിനിറ്റിൽ 3-2 കിടന്ന് എന്താ സംഭവിച്ചതൊരു ഐഡിയ കിട്ടുന്നത്. മാച്ച് മിസ്സായിരുന്നു. അവന് ഭയങ്കര ടെൻഷൻ. ഞാൻ അങ്ങനെ പറയാം, ലൈഫിൽ അങ്ങനെ മാച്ച് കണ്ടിട്ടില്ല, അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള മാച്ച് കണ്ടിട്ടില്ല. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസ് അർജന്റീന കണ്ടപ്പോൾ പോലും നമുക്കറിയാം രണ്ട് ശക്തികൾ തമ്മിലാണ് കാര്യം. സത്യമാണ്. ഇപ്പം അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളൊരു ഭീതി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുമല്ലോ. ഇപ്പം 113 മിനിറ്റിലല്ലേ ആ ഓൺ ഗോൾ വരും, 111. പിന്നെയുള്ള ഒരു 9 മിനിറ്റ് ഉണ്ടല്ലോ, ആ 9 മിനിറ്റിനൊക്കെ ഇത്രയും ദൈർഘ്യം ഉണ്ടായിരുന്നു, സെക്കൻഡ്സിനൊക്കെ ഇത്രയും നീളമുണ്ടോ. നമ്മൾ ഇതേ തോന്നൽ ഫ്രാൻസിനെതിരെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വന്ന. പക്ഷെ അത് കിലിയൻ എംബാപ്പയോടാണ് മുട്ടുന്നത്. എംബാപ്പ ഏത് നിമിഷവും ഇരമ്പിയാർത്ത് വരും നമുക്ക്. പക്ഷെ ഇത് ഒരു പിടുത്തം കിട്ടില്ല. അടിച്ചാൽ തിരിച്ചടിക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ അടിക്കാൻ പേടിയായി. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഷൂട്ട് ഔട്ടിൽ തീർക്കാതല്ലേ. എമിലിയാനോ മാർട്ടിനസ് ബാക്കിലുള്ളത്, നമുക്ക് കിക്ക് എടുക്കാൻ മെസ്സി. പക്ഷെ എങ്കിൽ കൂടിയേ, കാരണം അടിച്ചാൽ തിരിച്ചടിക്കും, അങ്ങനെയുള്ളൊരു കണ്ടീഷനാണല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അർജന്റീന രക്ഷപ്പെട്ടു എന്നേ പറയാവൂ. കാരണം നമ്മൾ കേപ്പ് വെർദയെ കുറിച്ച് തന്നെയാണ് ഇന്ന് സംസാരിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഫിക, ഈ ഒരു മാച്ചിൽ എങ്ങനെ നമുക്ക് ഓരോ ഹാഫ് വെച്ചിട്ട് വിലയിരുത്താം. ഒരു ഫസ്റ്റ് ഹാഫിനെ ഇപ്പം സെയ്ഫുഖാൻ ഒരു സൈഡ് പറഞ്ഞു, നിങ്ങളൊരു സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു മാച്ചിനെ വിലയിരുത്തുന്നത്? ഇതന്നെ ഇത് കേബോവർദയുടെ കോച്ച് കെബോവർദ എന്ന് പറയണം. കെബോവർദയുടെ കോച്ച് ശരിക്കും അർജന്റീനയുടെ പിന്നെ കേളി ശൈലിയെയും പിന്നെ അവരുടെ കളിക്കാരെയും പഠിച്ചിട്ട് വന്ന ഒരു മാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ ഭീകരമായി ലോ ബ്ലോക്ക് കളിച്ച് നിൽക്കുന്ന ഒരു ടീമാണത്. പക്ഷേ ഈ മാച്ച് തുടക്കം മുതലേക്ക് തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒരു കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നന്നായിട്ട് മിഡിലേക്ക് കയറി വരുന്നുണ്ട്, മിഡ് സ്പേസ് എൻഗേജ് ചെയ്യുന്നുണ്ട്. ഒന്നാം പകുതിയിൽ തന്നെ എമ്മി മാർട്ടേഴ്സിൻ്റെ അടുത്ത് ഒരു ഷോട്ട് വരുന്നുണ്ട്, അത് തടുത്തുണ്ട്. അപ്പോൾ തന്നെ ഒരു സൂചന കിട്ടുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്ത കളിയല്ല കളിക്കാൻ പോകുന്നത് കാണുന്നുണ്ട്. ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഇവർ പ്ലാൻ പ്രകാരമാണെങ്കിൽ ആദ്യ പകുതി ഗോൾ വന്നു. അർജന്റീനക്ക് ഒരു ഗോൾ അടിച്ചോടുകൂടി നമ്മുടെ ഈ ടെൻഷൻ, ഈ ഫാൻസിൻ്റെ ടെൻഷൻ ഒന്ന് റിലാക്സ് ആയി. ഈ സേഫ് പറഞ്ഞ പോലെ കളി കമ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡൊമിനൻ്റ് ആയിട്ട് ആദ്യ പകുതി നമ്മൾ അവസാനിപ്പിക്കുന്നു. പക്ഷേ രണ്ടാമത്തെ ഗോളിൽ കെബോവർദയുടെ ഒരു ആ ഗോള് വരുന്നുണ്ട്. അവരുടെ 2 ഡിഫൻഡർമാരുടെ ഒരു ഫുൾ ബാക്കിൻ്റെയും സെൻറ്റർ ബാക്കിൻ്റെയും പിഴവ്, രണ്ടാൾ കാലിൻ്റെ ഇടയിൽ കൂടി ഗോൾ വന്നു അല്ലേ. ആ ഗോള് വന്നതിന് ശേഷം പിന്നെ കളി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്കൊരു പേടിയാണ്. കാരണം ഒരു അർജന്റീന ഇങ്ങനെ ഒരു ഗോൾ അടിച്ച് പിന്നെ എന്താ പറയുക ഗോൾ വഴങ്ങി പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് എന്നും എല്ലാ കാലത്തും അർജന്റീന ഫാൻസിൻ്റെ ഒരു പേടിയായിരുന്നു അത്. ഒരു ഗോൾ വഴങ്ങി കഴിഞ്ഞാൽ അർജന്റീന എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഒരു ലക്ഷണക്കേട്, ഒരു പേടി. എനിക്ക് തോന്നുന്നു ഈ മന്ത്രവാദി സ്കലോനി ഒന്നിന്റെ സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു പേടിക്കുറവ് നമുക്ക് ഉണ്ടായത് കേട്ടോ, അർജന്റീന ഫാൻസിന് ഉണ്ടായിട്ടുള്ളത്. സ്കലോണി തല താഴ്ത്തിയ ഒരു മാച്ചായിരുന്നു. ഫ്രാൻസിനെതിരെ പോലും സ്കലോണി തല താഴ്ത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു മാച്ചിൽ ആ 3ാം ഗോള് വരുന്നതിന് മുമ്പ് വരെ 3ാം ഗോൾ വന്നപ്പോ പോലും ആഘോഷിച്ചില്ലല്ലോ, ആശ്വസിക്കുക ചെയ്തത്. ഞാൻ മാച്ച് അവസാനത്തിൽ പറയെങ്കിൽ അവസാനം കളി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആഹ്ലാദമില്ല. അർജന്റീന ഫാൻ ആഹ്ലാദിക്കും, ആഹ്ലാദമില്ല, ആശ്വാസം ഉണ്ടായത്. അതിനൊക്കെ സങ്കടം ഉണ്ടായി. ഇതുപോലെ ഒരു നല്ലൊരു ടീം, ഈ കേപ്പ് വെർദെ പോലെ നല്ലൊരു ടീം, നന്നായി കളിച്ച ടീം ഒരു ദൗർഭാഗ്യം ഒരു സേഫ് പറഞ്ഞാൽ ലാസ്റ്റ് 9 മിനിറ്റിൻ്റെ ഇടയിൽ കളിച്ച ആ സമയത്ത് അർജന്റീന പിടിച്ചെന്നുകൊണ്ട് മാത്രം പുറത്താവുന്നൊരു സങ്കടം.
ഉണ്ട്. നമ്മൾ ഈ വേൾഡ് കപ്പിൽ കുറേ ആഫ്രിക്കൻ ടീമുകളുടെ വീഴ്ചകൾ കണ്ടു. എല്ലാം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അല്ലേ? അല്ല, ഇവന്മാരെ കുറിച്ച് ശരിക്കും പഠിക്കണം. ഇവരെവിടുന്ന കളി പഠിച്ചത്? ഇപ്പൊ അർജന്റീനയുടെ പ്ലെയേഴ്സ് ഒക്കെ യൂറോപ്യൻ ലീഗിലും സ്പാനിഷ് ലീഗിലും അവിടെ നിന്നൊക്കെ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ എല്ലാ വഴക്കവും ടെക്നിക്കും ഒക്കെ പഠിച്ചു വരുന്ന പിള്ളേർ. ഇവന്മാർ എവിടുന്ന ഇത് പഠിക്കുന്നത് മനസ്സിലാവണല്ലോ. അത് കാരണം അവരുടെ ക്രോസ്, ആ ഒരു സെക്കൻഡ് ഗോളൊക്കെ എന്താ അവന്റെ പേരെന്താ, ലോപ്പസിന്റെ കബ്രാളുടെ സിഡ്നി ലോപ്പസ് കബ്രാളുടെ ആ ഗോള് ഒരു പക്ഷേ ഏറ്റവും ഗംഭീര ഗോള് ഈ ലോകകപ്പിലെ ഏറ്റവും ഗംഭീര ഗോൾ. ആ ഗോളിലേക്ക് വന്ന വഴി, ഗോളിന്റെ മേക്കിങ്ങും ഒന്നാം തരായിരുന്നു. അവൻ അടിച്ച അടി ഒരു രക്ഷയില്ല. അപ്പൊ എവിടെയായിരുന്നു കേപ്പ് വെറുതെ ഇതുവരെ ആ ഒരു അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞു? ഇതിലും രസമുള്ള സംഭവിച്ചാല് പിന്നെ കോങ്കോക്കെതിരെ മാച്ചിൽ പോർച്ചുഗൽ ആദ്യം ഗോൾ ഇടുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കോങ്കോ ഒരു ലോ ബ്ലോക്ക് കളിച്ചിട്ട് ഡിഫൻസ് കളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രതീക്ഷയാണ് കളി കാണുന്നതും അങ്ങനെ തന്നെ ഒരു കളിക്കുന്നതും. പക്ഷേ പോർച്ചുഗൽ ഒരു ഗോൾ ഇട്ടതിന് ശേഷം കോങ്കോ കളിച്ചൊരു കളിയുണ്ട്. ആ മാച്ചിൽ പിന്നെ പോർച്ചുഗലിന് ഉറക്കം എന്താ പറയുക, അത് കൊടുക്കാത്ത, ഒരു സ്വൈര്യം കൊടുക്കാത്ത ലെവലിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ട് ആ മാച്ച് അവസാന ഘട്ടത്തിലാണ് തീരുമാനമാവുന്നത്. അതേമാതിരി ഞാൻ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ആയിട്ട് ഇരുന്നപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, നമുക്കിങ്ങനെ അർജൻറ്റീന കോങ്കോ മാച്ചിൽ എന്താണ് ഒരു ഈ ഹൈപ്പ്, കോങ്കോ കൊടുക്കുന്ന ഹൈപ്പിന് അത്ര ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം ആർക്കും സംഭവിക്കാന്നുള്ളത്. ആക്ച്വലി എന്താ പറയുക, കബോവർദ്ധക്ക് സംഭവിക്കേണ്ട ദിവസമായിരുന്നു ഇത്. എന്താ കളി, എന്താ അറ്റാക്ക്, എന്താ ഒരു നിമിഷത്തേക്ക് നമ്മൾ 2002 സെനഗൽ ഫ്രാൻസിനൊക്കെ ചെയ്ത പോലെ ഒരു കടന്നു കയറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമറി കേബോവർഡയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള നമ്മൾ പ്രതീക്ഷിച്ചു. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടി, ഇതിനകത്ത് ഈ കളിയിൽ പിന്നെ ഓർമ്മ ഒന്നും സംഭവിച്ചില്ല. അവസാനം 2 ഗോൾ 2-2 ആയപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ചെറിയ കനൽ വാക്കിൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2014 നൈജീരിയയുമായിട്ട് ഇതേപോലെ ഒരു മാച്ച് അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലായിരുന്നു. ആ കളി ആദ്യം കളി തുടങ്ങിയ അധിക നിമിഷം വൈകാതെ തന്നെ മെസ്സി ഒരു ഗോൾ അടിക്കുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് മൂസ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്, അഹമ്മദ് മൂസ ഗോൾ അടിക്കുന്നു. പിന്നെ വീണ്ടും മെസ്സിയും മെസ്സി വീണ്ടും ഒരു ഫ്രീ അടിച്ച് ഒരു ഗോള് എന്താ പറയുക ലീഡ് എടുക്കുന്നു. അധികം വൈകാതെ മൂസ വീണ്ടും ഗോൾ അടിക്കുന്നു. അങ്ങനെ ഒരു കളിയുണ്ട്. അവസാനം അതിനകത്ത് മാർക്കസ് റോഹോ എന്ന് പറയുന്ന അന്നത്തെ അർജന്റീനയുടെ സെൻറ്റർ ബാക്കിൻ്റെ ഒരു ഹെഡർ ഗോളിലാണ്, കോൺകേക്കുന്ന തോന്നുന്ന ഹെഡർ ഗോളിലാണ് അന്ന് അർജന്റീന ജയിക്കുന്നത്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു അതുപോലൊരു ഒരു സെറ്റ് പീസിൽ നിന്ന് മിക്കവാറും ഒരു അർജന്റീനയ്ക്ക് വിജയഗോൾ വരും എന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിൽ അത് വരും ചെയ്തു. അങ്ങനെ എന്തോ ഒരു ടെലിപ്പതിക് മൊമെൻ്റ് എനിക്ക് ഈ മാച്ചിലുണ്ടായിരുന്നു. അത് നമുക്ക് പറഞ്ഞത് കറക്റ്റാണ്. ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഓർമ്മ വരും. സൈഫുക്ക, ഞാൻ ആദ്യം ചോദിക്കാൻ വെച്ചതാണ്, എവിടെയാണ് അർജന്റീനക്ക് പാളിച്ചത്? അല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ, വിജയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മൾ അർജന്റീനയുടെ കയ്യിൽ നിന്ന് ഒന്നും കൂടെ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ആ ഒരു വീഴ്ച? ഇത് ശരിക്കും ഒരു ഐ ഓപ്പണറാണ് ഈ കളി. എന്ന് വെച്ചാൽ ഇതുവരെ ഒരു അഗ്നി പരീക്ഷണം അർജന്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിട്ടിട്ടില്ല. നമ്മൾ ഈ ഡിഫൻസ് പാളും, ഡിഫൻസ് അത്ര സെറ്റല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ചേർന്ന ആ ഒരു സെൻറ്റർ ബാക്ക് ഡ്യുവോ, അത് അത്ര നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യം നൽകുന്ന ഒരു ഡ്യുവോ അല്ല. സ്ക്വാഡ് ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ കുറെ സംശയിച്ചിരുന്നതാണ്. അപ്പോൾ അതിപ്പോ നന്നായി വെളിപ്പെട്ടു. പക്ഷെ അത് അതിന് റീപ്ലേസിങ് ഓപ്ഷനൊന്നും അർജന്റീനയുടെ കയ്യിലില്ല. എന്നുവെച്ചാൽ സനേസിയേ ഉള്ളൂ. സനേസിക്ക് ഈ എക്സ്പീരിയൻസിന്റെ ഒക്കെ കുറവുണ്ട്, ഓട്ടോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, പ്രായ കൂടുതലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ആദ്യത്തെ ഗോള് വഴങ്ങിയത് രണ്ടാളും, ലിസാൻഡ്രോ മാർട്ടിനസ് ഗംഭീര ഒരു വേൾഡ് ക്ലാസ് ക്രോസ് ഇന്നലെ കൊടുത്തു ലയണൽ മെസ്സിക്ക് ഗോൾ എടുക്കാനുള്ള പാസ്, അത് വേൾഡ് ക്ലാസ് പാസ്സാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പിടവിലൂടെയാണ് രണ്ടാമത്തെ ഗോൾ വീണത്. ലിച്ചയുടെയും ഒപ്പം മെദീനയുടെയും പിടവ് അല്ലേ. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആലോചിക്കുന്നത്, എനിക്ക് തോന്നുന്നു എൻസോ ഫെർണാണ്ടസിന്റെ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് വരുന്ന ബോളായിരുന്നു അത്, എർണോ ഫെർണാണ്ടസിന്റെ ആ സോണിലൂടെ. ആ ഗോള് വീണ്ടും ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻസോന്റെ ഒരു ഗ്യാപ്പിലൂടെയാണ് ആക്ച്വലി ഡുവാർട്ട എന്ന് പറയുന്ന പ്ലെയർ ഫ്രണ്ടിലോട്ട് പോകുന്നത്. പക്ഷെ അവിടെ ഇതാണ് പിന്നീടുള്ള ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസിന്റെ അതുപോലെ തന്നെ മെഡീനയുടെ. അപ്പൊ അണ്ടർസ്റ്റുഡ് ആണ് ഇത് എനിക്ക് തോന്നുന്നു സ്കാലോണിക്കും അറിയാം. അതായത് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇവന്മാർ വീഴും എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഹൈ പ്രസ്സിങ് അതായത് സെൻട്രൽ ലൈനിന്റെ മുന്നിൽ നിന്ന് തന്നെ ഹൈ പ്രസ്സിങ് ആണ് തുടക്കം മുതൽ നമ്മൾ കണ്ടില്ല. ബോൾ നന്നായി റിക്കവർ ചെയ്യുന്നുണ്ട്, ബോൾ തിരിച്ചു മേടിക്കുന്നുണ്ട്. അവർക്ക് ബോൾ കിട്ടുമ്പോഴൊക്കെ 3 ആൾ വന്നിട്ട് പ്രസ് ചെയ്ത് ബോൾ മേടിക്കുന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഗോൾ വീണോടുകൂടി ഇച്ചിരി ലേസിയായി.
എന്നുവെച്ചാൽ ഇത്ര ഇറങ്ങിയിട്ട് എന്തിനാ അവന്മാർ ഡിഫെൻഡ് ചെയ്യണമെന്ന് ലേസി പലപ്പോഴും എനിക്ക് ആയപ്പോഴാണ് ഗോൾ വേണമെന്നൊക്കെ തോന്നി. ഒന്ന് കംഫർട്ടബിൾ ആയി. ഒന്ന് കംഫർട്ടബിൾ ആയി. സെറ്റിൽ ആവാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതൊന്ന് പാളിപ്പോയി എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊറ്റ ഗോളിൽ തൂങ്ങാനായിരുന്നു സ്കലോണിയുടെയും മെസ്സിയുടെയും ഒക്കെ പ്ലാൻ എന്ന് പിന്നെ തോന്നിപ്പോയി. അങ്ങനെ ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഒറ്റ ഗോളിൽ ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാരണം പിന്നെ മാച്ച് മുന്നിൽ കളി ഇതുണ്ടായിരുന്നു, മറ്റേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതിന്റെ സംഭവിച്ചാൽ അവര് സെന്റർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. മെസ്സിയുടെ ഒരു ഓപ്പറേറ്റിംഗ് ഏരിയ സമർത്ഥമായി തന്നെ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മെസ്സി ഒരുപാട് ഡീപ്പിൽ ഇറങ്ങി കളിക്കുന്ന സംഗതി വരാത്തോണ്ടാണ്. അപ്പൊ വിങ്ങുകളിൽ നിന്ന് ആക്ച്വലി അറ്റാക്ക് അധികം വരണമായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു അറ്റാക്ക് വന്നില്ല, നല്ല ക്രോസ് വന്നില്ല, നല്ല ത്രൂ പാസ് വന്നില്ല, ലോ പാസസ് ഇല്ല, നല്ല ഷോട്ട് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കേഴ്സ് ഒക്കെ പിന്നെ ഇതിനൊക്കെ പുറമെ ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു പരാജയമായിരുന്നു. ലിസാൻഡ്രോ മാർട്ടിനസ് ഗംഭീര ഹൂലിയൻ അൽവാരസിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് അർജന്റീനയെ വല്ലാതെ ഡിസപ്പോയിന്റഡ് ആക്കുന്നത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് ഹൂലിയൻ അൽവാരസിന്റെ കൂടെ സോളോ ഗോളൊക്കെ ഉണ്ടല്ലോ, സോളോ ഗോളൊക്കെ ക്രൊയേഷ്യക്കെതിരെയുള്ള സോളോ ഗോളൊക്കെ വന്നില്ല, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ അതിൻ്റെ ഒരു നിഴല് മാത്രമായിട്ട് ഹൂലിയൻ അൽവാരസ് ഒതുങ്ങാണ്. ലൗട്ടാരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ എൻസോയൊക്കെ അവർക്കൊക്കെ നല്ല ഷോട്ട് എടുക്കാമല്ലോ. ഇവരതിന് ഇപ്പോൾ ഈ മത്സരത്തിൽ നിന്നും മനസ്സിലായത് നമുക്ക് കാര്യമായിട്ട് മെസ്സിയിലേക്ക് പന്തെത്തിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പക്ഷെ അത് വൊസീന എന്ന് പറയുന്ന ഒരു ഗോൾ അല്ല. അത് അപ്പം വേറൊരു ടീമാണെങ്കിലോ, വേറെ ടീമാണ് കുറേ കൂടി സെൻട്രൽ ബാക്സ് തന്നെ വന്നിട്ട് നന്നായി ഷോട്ട് എടുക്കില്ലേ മറ്റു ടീമുകളിലൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടാവുന്നില്ല. ഈ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോഴത്തേക്ക് മെസ്സി എങ്ങനെ തിരയാണ്, എങ്ങനെയെങ്കിലും പിന്നെ ഈ ആംഗിൾ മൂലകളിലൂടെ വന്ന് മെസ്സിയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. മാത്രമല്ല മെസ്സിക്ക് വെച്ച് കൊടുക്കുന്ന പാസുകളൊക്കെ അധികം മറ്റേ ടീം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് പോലൂരിജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഒരു ഹൃദയത്തിന്റെ ഞരമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താവും, അതായിരുന്നു ഇന്ന് അർജന്റീനയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. അതൊരു സെക്കൻഡ് ഓപ്ഷൻ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മെസ്സിയെ എനിക്ക് തോന്നുന്നത് ഈ അർജന്റീനയുടെ ആദ്യ ഗോൾ വന്ന സമയം ശ്രദ്ധിച്ചോ. ആദ്യ ഗോൾ അർജന്റീന ഫസ്റ്റ് കളിന്റെ തുടക്കത്തിൽ പിന്നെ ഇവര് മിഡ് കയറിയിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നത് ആര് നമ്മുടെ കാബോ വെർദെ. ആ സമയത്ത് ആദ്യത്തെ ഹൈഡ്രേഷൻ ബ്രേക്ക് സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ചില ഗോൾ വരുന്നില്ല, ഗോളിന് ചാൻസസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. മൊത്തത്തിൽ കളി ഒരു ഭയങ്കര ഒരു എന്താ പറയുക മിഡിൽ കേന്ദ്രീകരിക്കുന്നു, എന്നാൽ വലിയ മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. ഗോൾ വന്നപ്പോഴാണ് ഇവർ വെള്ളം കുടിച്ചിറങ്ങിയപ്പോഴാണ് ഹൈഡ്രേഷൻ ബ്രേക്കിന് തൊട്ട് പിന്നാലെ വരുന്നത്. അത് വന്നതും എങ്ങനെ വെച്ചാൽ ലിസാൻഡ്രോ മാർട്ടിനസ്, ഞാൻ ശ്രദ്ധിച്ചു, ലിസാൻഡ്രോ മാർട്ടിനസ് ബോളുമായിട്ട് പറഞ്ഞ പോലെ ഈ എൻസോൻ്റെ ഏരിയയിൽ കയറി വന്നിട്ട് അദ്ദേഹം കുറച്ച് സമയം അവിടെ ഇങ്ങനെ പന്ത് ഇങ്ങനെ ബോളായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ആദ്യൊരു തവണ പാസ് കൊടുത്ത് ഒഴിവാക്കി. അപ്പോൾ ഇയാൾ എന്തിനാണ് ഇങ്ങനെ അധിക ടച്ചുകൾ എടുത്തോടെ കളിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 30 സെക്കൻഡ് അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് സെയിം അതേ ഭാഗത്ത് നിന്ന് അതേ സ്ഥലത്ത് നിന്ന് അയാളൊരു അടിപൊളി ബോള് ബോക്സിലേക്ക് കൊടുക്കും. അല്ല, അതെന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇവര് പൊതുവെ അർജന്റീനയുടെ ഒരു ഗെയിം സ്റ്റൈൽ എന്ന് പറയുന്നത് ആ മിഡിലൂടെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, മെക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഡീപോള്, അതിവർ മാക്സിമം ശ്രമിച്ചു, അത് നടക്കുന്നില്ല. പിന്നെ ഒറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇതേപോലെ ഇവര് ഈ കാബോ വെർഡെ ഇവർ ഈ പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിലും അല്ല ഡിഫെൻഡ് ചെയ്യുന്നത്, ആ പെനാൾട്ടി ബോക്സിന്റെ പുറത്ത് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടീമിനാണ്. അപ്പോൾ അത് മറികടന്നു കഴിഞ്ഞാലും ഇവർക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ബിഹൈൻഡ് ദ ഡിഫൻസ് ബോൾ ഇട്ടാൽ മാത്രമേ അതാണ് 2018 പിന്നെ മറ്റേ എവർബനേക്ക് മെസ്സിക്ക് കൊടുത്തൊരു അന്നൂർ ആഫ്രിക്കൻ ടീമായിരുന്നു നൈജീരിയക്കെതിരെ ഇതേപോലെ ഇതേ ഏകദേശം സെയിം അവസ്ഥയായിരുന്നു. അന്ന് ഗോൾ അടിക്കാൻ പറ്റാതെ അർജന്റീന വിഷമിക്കുമ്പോഴാണ് ബാക്കിൽ ഏകദേശം 40 വാരപ്പുറത്തുനിന്ന് ബാനേഗിന്റെ ഇതേപോലത്തെ ഒരു ബോൾ ബോക്സിലേക്ക് വിടുന്നത്. മെസ്സി റൺ ചെയ്യുന്ന തൈസിൽ കൺട്രോൾ ചെയ്യുന്ന അടിപൊളിയായിട്ട് പിന്നെ പോസ്റ്റിൽ അടിച്ച് കയറ്റുന്നു. ഏറെക്കുറെ അതിന് റിപ്ലിക്ക പോലെ തന്നെയാണ് ഈ ഗോളും വന്നത്. ഇതിന്റെ കൺട്രോളും പെർഫെക്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലല്ലേ. മാത്രമല്ല ഈ വൊസീഞ്ഞന്റെ ക്ലോസ് റേഞ്ചിൽ നിന്ന് അടിച്ച് പോസ്റ്റിന്റെ മുകളിലേക്ക് അടിച്ച് കയറ്റിയൊക്കെ ഭയങ്കര ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനം. വൊസീഞ്ഞന്റെ സംഭവത്തിൽ അദ്ദേഹത്തിന് ബോൾ കാണുന്നൊരു പൊസിഷൻ ആണെങ്കിൽ വൊസീഞ്ഞ അത് ഇടപെടും. പക്ഷെ ഇത് ബോൾ കാണാൻ രണ്ട് ഗോളൊന്നും അങ്ങനെ തന്നെയാണ് ക്ലോസ് റേഞ്ചിൽ നിന്നാണ്, അല്ലെങ്കിൽ അത്രയും എന്താ പെർഫെക്റ്റ് അത്ര പവർഫുൾ ഷോട്ട് അടുത്ത് വന്നത്. വൊസീഞ്ഞക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഗോളായാലും മെസ്സിൻ്റെ ഗോളായാലും രണ്ടുപേരെ ഭാഗത്തു നിന്നായിരുന്നു, ഓൾമോസ്റ്റ് ക്ലോസ് റേഞ്ചിൽ നിന്നായിരുന്നു അടിച്ച് കയറ്റിയ. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് അടിച്ച് കയറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു ഇത് വരുന്നു. രണ്ടാമത്തെ ഗോൾ വരുന്നപ്പോഴാണ് ഈ കളി കഴിഞ്ഞു, 90 മിനിറ്റ് കഴിഞ്ഞു, കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ഗോൾ. അപ്പോൾ ഈ തോന്നുന്നത് ഈ സ്കലോനിക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അദ്ദേഹം ഒരു ഗോൾ മേക്കിംഗ് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംഗതികൾ കൊടുത്തിട്ടാണ് പിന്നെ ടീമിനെ രണ്ടാമത് പറഞ്ഞു വിടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ ഗോള് പിന്നെ ഓൾമോസ്റ്റ് പറഞ്ഞ പോലെ മത്സരത്തിൻ്റെ അവസാന ഘട്ടമാണ്. ഹൈ ബോൾ കുറേ തവണ മിസ്സായ ഒരു ഗോൾ വന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ലയണൽ മെസ്സി ഓക്കെ, ആ ഫസ്റ്റത്തെ ഗോള് അതൊരു ഗംഭീര ഗോളാണ്.
അതിനപ്പുറത്തേക്ക് പുള്ളി സ്ഥിരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന സ്പോട്ടിൽ നിന്ന് പുള്ളിക്ക് 3 free ഫ്രീ kick കിക്ക് കിട്ടി. ഒരു അപകട ഭീഷണി പോലും ഉയർത്താതെ തന്നെ 3 കടന്നുപോയത്. ഒന്ന് വളരെ കൂളായിട്ട് ഒസീഞ്ഞക്ക് പിടിക്കാൻ പറ്റി. അപ്പം ഒന്നില് ബൊസീന റെഡി ആയിട്ട് പോലും ഇല്ല. അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സംഭവിച്ചല്ല അതിനകത്ത് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു റീഡിങ് ആയിരിക്കാം. ആ ഫ്രീ കിട്ടിയ അർജന്റീന കിട്ടിയത് കബ്രാൾ എന്ന് പറയുന്നത് ഹുവാൻ കബ്രാൾ, പുള്ളി വീഴുന്ന അറ്റാക്കർ ഗോൾ അടിച്ച അല്ലല്ല മറ്റേ കബ്രാൾ, ഹുവാൻ ഗബ്രാൾ. ഹുവാൻ കബ്രാളാണ് അത്. പിന്നെ അതേ നടത്തിയ ഫൗളിലാണ് ആ ഫ്രീ കിട്ടുന്നത്. ആക്ച്വലി അത് ഫൗൾ ആയിരുന്നില്ല, ഒരു 50-50 ചാലഞ്ചോ അല്ലെങ്കിൽ പിന്നെ 50-50 അല്ല, ബോൾ ആദ്യം കിട്ടിയത് ഗബ്രാളിന്. ഫ്രീ കിക്കിനുള്ള വകുപ്പ് അത് ഉണ്ടായിരുന്നില്ല. ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കെവിനെ ആണോ ഹുവാൻ ഗബ്രാൾ ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് ഫൗള് ചെയ്തത് എനിക്ക് തോന്നിയത് സംഭവം അവിടെ പിന്നെ ആ ഫ്രീ കിക്ക് അത്ര പിന്നെ ഒരു 100% ഷുവർ ഫ്രീ കിക്ക് ആയിരുന്നില്ല. അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ മാച്ചിൽ മെസ്സി പെനാൽറ്റി ഗോളാക്കേണ്ടത് എന്ന് ആഗ്രഹിച്ച പോലെ, എൻ്റെ റെക്കോർഡ് മറികടക്കുന്ന പിന്നെ പെനാൽറ്റി ആവരുതെന്ന് ആഗ്രഹിച്ച പോലെ ഈ കിക്ക് ഗോളാവരുത് ഞാനൊരു വേള മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഒരു ഫിഫ ബോയ് എന്നുള്ള ഞാനേ ഒരു നാമം വരുന്നത്. രണ്ട് ഫ്രീ കിക്കുകളും ഒരു അപകടവും വിതക്കാതെ കടന്നു പോയപ്പോഴേ ഞങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഇത് നമ്മൾ വേഗം കൂട്ടി വായിക്കുമല്ലോ. ഇപ്പോൾ 2014 ജർമ്മനിക്കെതിരെ ഫൈനലില് ഇങ്ങനെ 2 ഇറാനെതിരെ എവിടുന്നായിരുന്നോ പിന്നെ ഫ്രീക്ക് ഗോളായത്, സെയിം പൊസിഷനിൽ 2 എണ്ണം കിട്ടി ജർമ്മനിക്കെതിരെ. രണ്ടും ഹൈ പോയപ്പോൾ തന്നെ നമ്മൾ ഈ അപലക്ഷണങ്ങൾ ഇങ്ങനെ കണക്കൂട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറയായിരുന്നു, ഇത് തീർന്നു പോനെ, ഇത് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആകെ കൂടെ ഉള്ളത് ഒരു കപ്പ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അതിന്റെ പുറത്തുള്ള റിലാക്സേഷനിലായി കളി അങ്ങനെ സമാധാനിക്കാൻ കഴിയില്ല. കാരണം ഇതില് വേറൊരു ടീമും പുറത്തായിട്ടില്ല. ആകെ പുറത്തായത് ജർമ്മനിയാണ്. അവരൊരു എന്താ പറയാ, നമുക്കൊരു വിളിച്ചു വരുത്തിയ പ്രഡിക്റ്റബിൾ. അതാണ് ഇതല്ല. ഇത് ബ്രസീൽ കയറിയിട്ടുണ്ട്, പോർച്ചുഗൽ കയറിയിട്ടുണ്ട്, ഫ്രാൻസ് കയറിയിട്ടുണ്ട്, ഇംഗ്ലണ്ട് കയറിയിട്ടുണ്ട്, എല്ലാവരും സ്പെയിൻ കയറിയിട്ടുണ്ട്, എല്ലാവരും കയറിയിട്ടുണ്ട്. ഇപ്പോൾ അർജന്റീന പുറത്തായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലായിരുന്നു. സൈഫുഖാക്ക് പ്രത്യേകിച്ച് സൈഫുഖാന്റെ കവിതകളൊക്കെ അവസാനിക്കുന്ന ഒരു നിമിഷം അയാൾ നോ പറഞ്ഞു എന്നൊക്കെ പറയാം ആളുകളെ. അപ്പം ലയണൽ മെസ്സി അടുത്ത വരുന്ന കളികളിലൊക്കെ ഇതിപ്പോ അയാളെ പൂട്ടാനുള്ള വഴികൾ മറ്റു എതിർ ടീമുകൾ കാണുകയാണല്ലോ. ഈജിപ്താണ്. ഇല്ല, അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ വേൾഡ് കപ്പിലുള്ള ടൂർണമെന്റുകളിലുള്ള സംഗതി വെച്ചാൽ ഓരോ മാച്ച് ഓരോ ദിവസവും ഓരോ പിന്നെ ഈ ഓരോ എതിരാളികളും വ്യത്യസ്തമാണ്. ലീഗ് മാച്ചുകൾ അങ്ങനെ ലീഗ് മാച്ചുകൾ നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പിന്നെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ വേൾഡ് കപ്പ് എന്നുണ്ടെങ്കിൽ ഓരോ എതിരാളികൾ വ്യത്യസ്ത ആൾക്കാരാണ്. അവരുടെ ശൈലികൾ തന്നെ ഓരോ മാച്ചിനും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ചില ദിവസം ഒരു ഓഫ് ഡേ വന്നാൽ അന്ന് മൊത്തത്തിൽ ആ ടീമിന് ഡൗൺ ആവും. അതുകൊണ്ട് എനിക്ക് ഇതൊരു പിന്നെ ഭയങ്കര അലാമിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. മാത്രമല്ല പക്ഷെ ഒരു ഐ ഓപ്പണർ ആയിട്ട് എടുക്കണം. ഇപ്പൊ സൗദിക്കെതിരെ ഫസ്റ്റ് മാച്ചിൽ ഒരുപാട് വീക്ക്നെസ് പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു, അങ്ങനെ തോൽക്കുകയും ചെയ്തു. പക്ഷെ ആ കളിയിൽ ഇറങ്ങിയിരുന്ന പപ്പു ഗോമസ് അടക്കമുള്ള ഒരു ടീമിനെ പിന്നെ ഇറക്കിയതേ ഇല്ല സ്കലോണി. പക്ഷെ ഈ ടീമിൽ നിന്ന് ആരെയും കയറ്റാനില്ല, കയറ്റിട്ട് റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഇല്ല. അപ്പം ഈ ടീം തന്നെ കളിച്ച് നന്നാവണം. നിങ്ങൾ പാട്ട് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാമല്ലോ നമ്മൾ. അതുപോലെ കളിച്ച് പഠിച്ച് കയറി തന്നെ വേണം, വേറൊരു വൃത്തിയില്ല. ഇതിൽ ഏറ്റവും അലാമിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന സംഭവം മെസ്സിയെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ 39 വയസ്സുള്ള ആ മനുഷ്യനെ ഞാൻ മുമ്പൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, ഇത് ഒരു വിത്ത് മെസ്സി ഇല്ലാതെ വിത്തൗട്ട് മെസ്സി പ്ലാന് സ്കലോനിക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ വിത്തൗട്ട് മെസ്സി പ്ലാൻ ഉണ്ടെങ്കിൽ അത് വർക്കാവുന്നില്ല. അതിന് വർക്കാവണമെങ്കിൽ ആദ്യം അൽവാരസും എന്താ പറയുക നമ്മുടെ പിന്നെ മാർട്ടിനസും ലൗതാറോ മാർട്ടിനസും എന്ത് ചെയ്യണം, പിന്നെ ഫോം ആവണം. പിന്നെ അൽമാഡയും മറ്റേ വിങ്ങിലെ എന്താ പറയുക മൊളീനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക അല്ല എൻസോ ഫെർണാണ്ടസ് അല്ലെന്ന് വിങ് ബാക്ക് മെഡീന മറ്റേ ഭാഗത്ത് മൊളീന്. പിന്നെ എന്ത് ചെയ്യണം, അവർ ചാർജ് ആവണം. ആ തരത്തിൽ വേറെ പ്ലാൻ വരണം. ഇത് അങ്ങനെ ഒരു ലെവൽക്ക് വരുന്നില്ല. അപ്പോൾ അറ്റാക്കിങ് തേർഡിൽ ഇപ്പോഴും നമ്മൾ മെസ്സി എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണുള്ളത്. അപ്പോൾ അതൊരു ഒരു പോരായ്മയാണ്. പിന്നെ പറഞ്ഞ എൻസോ ഫെർണാണ്ടസ് സ്കോററാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടുള്ള ആളാണ്, നല്ല ലോങ് റേഞ്ചസ് കൊടുക്കുന്ന ആളാണ്. ഇന്നും ഒരു ലോങ് റേഞ്ച് കൊടുത്തു. പക്ഷേ ഇത് പോരാ, ഒന്നും കൂടിയൊക്കെ ഒരു ബോക്സ് അറ്റാക്ക് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റുകൾ എൻസോൻ്റെ അടുത്തുനിന്ന് വരണം. അല്ല, കബ്രാളിന്റെ സെക്കൻഡ് ഗോളില്ലേ, ആ സെയിം സംഗതികൾ അടിക്കാൻ കെൽപ്പും കഴിവുള്ള ഒരാളാണ്. അടിച്ചിട്ടുണ്ട്, ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുതിരുന്നില്ല അയാൾ. ഈ കഴിഞ്ഞ കളികളൊക്കെ നോക്കൂ, ഫുള്ള് മെസ്സിയിലേക്ക് എങ്ങനെയെങ്കിലും ലാസ്റ്റ് പാസ് എത്തിക്കാൻ അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ മാത്രമാണ് നടക്കുന്നത്. കട്ട് ബാക്കിൽ നിന്ന് കുറേ കട്ട് ബാക്സ് അവിടെ നിന്ന് പോയിട്ട് പിന്നെ കട്ട് ബാക്ക് കൊടുക്കുമ്പോൾ മെസ്സി അടുത്തുണ്ടാവില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. മെസ്സി എന്തോരം ഡീപ്പ് ഇറങ്ങിയാ കളിച്ചതെന്ന് പറയൂ. നമുക്ക് പലപ്പോഴും വിഷമമായി ഇയാൾ ഇങ്ങനെ ഡീപ്പ് ഇറങ്ങി കളിക്കാൻ. അവിടെ ബ്ലോക്ക് കൊണ്ടാണ്
പക്ഷെ അത് പൊളിക്കാൻ കഴിയാതെ വരുമ്പോൾ അങ്ങോട്ട് പാസസ് എത്താതെ ആകുമ്പോൾ അയാൾ കണ്ടമാനം ഡീപ്പിൽ ഇറങ്ങി കളിക്കേണ്ടി വരും. അതായത് ഒരു ഡിഫൻസ് ലൈനിൽ കളിക്കുന്ന മെസ്സിനെ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഇപ്പൊ ഈ ഗബ്രാലും അതുപോലെ തന്നെ ഗോൾ അടിച്ച 2 പ്ലേയേഴ്സും അതുപോലെ തന്നെ അവരുടെ ജേഴ്സി നമ്പർ 7 ഉണ്ട്. ഇവർ 3 പേരും റൈറ്റ് ഫ്ലാങ്കിൽ, അതായത് മെസ്സിയിലോട്ട് വരുന്ന എല്ലാ പാസും മെസ്സിയിൽ നിന്ന് പോകുന്ന എല്ലാ പാസും സ്ക്രീൻ ചെയ്യുന്ന രീതിയിൽ ഇവർ കളിച്ചു. അത് വർക്ക് ആവാത്തപ്പോൾ മെസ്സി എന്ത് ചെയ്തു, ലെഫ്റ്റ് ഫ്ലാങ്ക് പോയിട്ട് ഒരു തേർഡ് മാൻ റണ്ണ്, കാരണം മെസ്സിയെ ഡയറക്റ്റ് ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാതെ ഒരു തേർഡ് മാൻ റണ്ണ് നടത്തുന്ന രീതിയിൽ ചെയ്തു. അപ്പോൾ ഏകദേശം അവിടെ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ആ മൊമെന്റിൽ അവർക്ക് അതും അവർ മനസ്സിലാക്കി ഇതും നടക്കില്ല, അതിനനുസരിച്ച് വീണ്ടും അവർ കരിക്കുകൾ നീക്കി. പിന്നെ വീണ്ടും മെസ്സി ഇവിടെ ഒന്നും പരിപാടി നടക്കാത്തപ്പം ബാക്കൊക്കെ ഡിഫൻസിൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെയും റൊമേറോയുടെയും കൂടെ കളിക്കുന്ന മെസ്സിയാണ് നമ്മൾ കണ്ടത്. നമ്മളിനി നമ്മൾ ഇന്റർ മിയാമിക്ക് മെസ്സിക്ക് വേണ്ടി പോയ ഒരു വ്യക്തി ഉണ്ടല്ലോ അർജന്റീനയിൽ, അതായത് ഡിപ്പോള്. അത് ഇതുവരെയുള്ള മാച്ചിൽ ഡിപ്പോൾ മെസ്സി എന്നുള്ളപ്പോൾ സെയ്ഫുഖാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡിപ്പോളിനെ കറക്റ്റ് മെസ്സിയുടെ ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടാണ് സ്കലോണി കളിപ്പിച്ചത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ഡിപ്പോൾ മെസ്സി എന്നുള്ള ആ ഒരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ടോ? ഇല്ല, ഈ കളിയിൽ ഒട്ടും ആയില്ല. നമ്മൾ നേരത്തെ ഒരു പാസെങ്കിലും വന്നിട്ടുണ്ട്. റോള് തുടക്കത്തിൽ ഞാൻ ആദ്യത്തെ 25 മിനിറ്റിൽ കുറച്ച് നന്നായി ശ്രദ്ധിച്ചിരുന്ന പുള്ളിയാണ്. അദ്ദേഹം ഒരു റോമിംഗ് മിഡ്ഫീൽഡായിട്ടോ കളിച്ചിട്ടില്ല. എന്നുള്ള ഒരു വിങ്ങിൽ മാത്രമല്ല, ഒരു ഭാഗത്ത് വന്ന് നിൽക്കാതെ ടോട്ടലി ത്രോട്ട് പിന്നെ ഹൊറിസോണ്ടലി കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് വന്നിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആദ്യത്തെ 25 മിനിറ്റിൽ അതിൽ നന്നായി തിളങ്ങി. ഐ മീൻ ബോൾ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനുള്ള അർജൻറ്റ് ആവശ്യമായിരുന്നു. ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഗോൾ വന്നതോടുകൂടി കളിയുടെ ഒരു ടെമ്പോ മാറുകയെന്നല്ല, മൊത്തത്തിൽ പിന്നെ മെൻറ്റാലിറ്റി മാറുന്നു, നമ്മുടെ ഒരു കളിക്കാരുടെ ഹൃദയങ്ങളുടെ ഒരു ഇത് വരുന്നു. പിന്നെ ഐ മീൻ സമനില ഗോൾ വന്നതിന് ശേഷം അപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക ഡീപ്പോളിനെ വലിക്കേണ്ടി വന്നു അല്ലേ? ഡീപ്പോൾ വലിച്ചില്ലേ? ഡിപ്പോളിനെ വലിച്ചല്ലോ, എന്നിട്ട് പാരഡൈസിനെ ഇറക്കി. ലാസ്റ്റ് മാച്ച് അവസാനത്തിൽ ലിയാൻഡ്രോ പാരഡൈസ് വരെ ചെയ്തു. ഡീപ്പോളിനെ വലിച്ചതിന് ശേഷം മാത്രമല്ല പാരഡൈസ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഫോർവേഡ് ഒരു പിന്നെ ഫൈനൽ തേർഡ് ലെവലിലേക്ക് ഒരു അറ്റാക്കിങ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിപ്പോളിൻ്റെ പ്രശ്നം. പന്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് അതായത് നന്നായി കാര്യം ചെയ്തു. പക്ഷേ ഗോള് സ്കോർ ചെയ്യേണ്ട ടൈമിൽ കുറെ കൂടി ത്രൂ പാസും പിന്നെ ലോങ് പിന്നെ ഷോട്ടും ഒക്കെ എടുക്കണ്ടേ, അതൊന്നും ഡിപ്പോളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഈ കളിയിലും. അതിന് കാരണം വെച്ചാൽ ആ ഏരിയ കിടക്കാൻ കഴിയില്ല. ഇത് എടുക്കണമെങ്കിൽ ബോക്സ് ഡി സർക്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 180 ഡിഗ്രി എവിടെയെങ്കിലും കിട്ടണ്ടേ, അവിടെ ഒന്നും ഫ്രീഡം ആർക്കും കിട്ടിയില്ല ഒരു പ്ലേയേഴ്സിനും. പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ ഡിപ്പോളിനെയും എൻസോ ഫെർണാണ്ടസിനെയും അഭിനന്ദിക്കണം. കാരണം ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലേയേഴ്സ് അറ്റാക്കിന് പോകുന്ന ടൈമിൽ ബോൾ ഏറ്റവും കൂടുതൽ ഓൺ ദ സ്പോട്ട് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻസോ ഫെർണാണ്ടസും ഡിപ്പോളും ആയിരുന്നു. വേറൊന്നും കൂടി ഉണ്ട്, ബോൾ റിക്കവറി ഫസ്റ്റ് ഹാഫിൽ 90%. മാച്ചിന്റെ സ്റ്റാർട്ട്സ് നോക്കുമ്പോൾ 13 സെക്കൻഡിനുള്ളിൽ അങ്ങാണ്ട് റിക്കവർ ചെയ്യുന്നുണ്ട്, ശരാശരി റിക്കവർ ചെയ്യുന്നുണ്ട്. 3 പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടാണ് വിങ്ങിന്നൊക്കെ ബോൾ എടുക്കുന്നത്. നടക്കുന്നുണ്ട്, അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. മറ്റേ ഒരു ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു, അതൊരു സംശയമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ഗോൾ വന്നു, പിന്നെ കുറച്ച് സമയം അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഈ മാച്ച് അവസാനിക്കുന്ന എക്സ്ട്രാ ടൈമിലേക്ക് പോകണല്ലോ, പിന്നെ എക്സ്ട്രാ ടൈമിലാണ് പിന്നെ അടുത്ത ഗോൾ വരുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ എന്താ പറയുക, ഞാൻ പറയുന്നതൊരു അലാമിങ് സിറ്റുവേഷൻ ഒന്നുമല്ല, ചെറിയ റിപ്പയർസ് വേണ്ടി വരും. പക്ഷേ ഈ ടീമിൽ കാര്യം ചേഞ്ചസ് ഒന്നും സ്കലോനി വരുത്താൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ ഈ 4-4-2 മാറണം നോക്കാൻ. ഞാൻ ഇന്നലെ പിന്നെ 4-4-2 ചോദിച്ചപ്പോൾ എനിക്ക് അത്ര ഇതായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് മറ്റേ ലോസൽസ് കൂടി വരണം എന്നുള്ളൊരു ഇതുണ്ട്. മിഡ്ഫീൽഡ് കുറച്ചും കൂടി അതിന് പിന്നെ എന്ത് ചെയ്യണം, ഇപ്പോൾ 4-3 കളിക്കുന്നത് പോലെ 4-4-2 കളിച്ചിട്ട് ഒരു പിന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ പറ്റുമ്പോൾ പിന്നെ ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ലെവലിലുള്ള ഒരു പൊസിഷനിലേക്ക് ഇയാളെ കളിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലോസൽസിന്. പക്ഷേ അത് ഇത്രമാത്രം ഇത്രയും മാച്ച് ഇപ്പോൾ എന്ത് പറഞ്ഞാലും കളി ജയിച്ചല്ലോ അല്ലേ, 4 കളി ജയിച്ചു. അത് വലിയൊരു നമ്മൾ നോക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞ അറ്റാക്കേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഗോൾ നേടാൻ ശ്രമിക്കുക തന്നെ വേണം. മെസ്സിയെ കാത്തു നിൽക്കാതെ നന്നായി ഷോട്ട് എടുക്കുക, അങ്ങനെ. പക്ഷേ അതിന് വേറെ സ്പേസസ് പ്രശ്നം. മെസ്സിയുടെ പൊസിഷനിങ്ങിലേ മെസ്സി പൊസിഷൻ ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് നോക്കുമ്പോൾ വളരെ ബ്ലാങ്കായ സ്പേസുകൾ കുറേ കാണാം. അപ്പോൾ മെസ്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മെസ്സി ഡ്രിപ്പിൽ ഇറങ്ങുമ്പോൾ അവിടെ കവർ ചെയ്യാൻ ആൾക്കാർ വരുന്നില്ല, ആ സ്പേസ് ബ്ലാങ്ക് ഇട്ടിട്ടാണ് മെസ്സി കളിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ ആ ചാനലിലൂടെ പോയി കളിച്ചിട്ട് വേണം മുമ്പോട്ട് ബോൾ എത്താൻ. അങ്ങനെ കളി നടക്കുന്നില്ല അർജന്റീനയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അറ്റാക്കേഴ്സിനെ മാത്രം പറഞ്ഞ കാര്യത്തിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ലെവലിൽ അങ്ങനത്തെ ബോളുകളൊന്നും വരുന്നില്ല. അപ്പോൾ അത്ര ഹൈ ബോളുകൾ വന്നിട്ടില്ല, അതിൽ അത്തരത്തിലുള്ളൊരു പിന്നെ ഫ്രീ ആയിട്ട് സമയത്ത് വന്നില്ല. പിന്നെ മെസ്സിയെ ഫീഡ് ചെയ്യുക എന്നുള്ള സംഗതി ഒരു ഭയങ്കര ഒബ്സഷനായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും തിരിച്ച് ബോക്സിലേക്ക് ബോൾ കൊടുക്കും, എന്നിട്ട് ബോൾ വെച്ച് കൊടുക്കും, മെസ്സി വന്ന് അടിക്കുക എന്നുള്ള ഒരു തിയറി അതാണ്. പക്ഷേ ആ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നുമില്ല ഓവർടച്ചായിട്ട് ബോൾ ഓപ്പണിൻ്റെ കാലത്തോ അല്ലെങ്കിൽ തീരെ ടച്ച് ആവാതെ ചെയ്യും, ഇയാൾ മാർക്ക് ചെയ്തിട്ട് ബോൾ റിക്കവർ, അങ്ങനെ കുറേ സന്ദർഭങ്ങൾ ഈ മാച്ച് കണ്ടിരുന്നു. അപ്പോൾ മെസ്സിയെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാച്ചിൽ പ്ലാൻ. എനിക്ക് തോന്നുന്നത് ഓഫ് ദി മെസ്സി അല്ലെങ്കിൽ മെസ്സി ഇല്ലാത്തൊരു പ്ലാനും
വർക്ക് ആവുമായിരിക്കും ഞാൻ എപ്പോഴും വിങ്ങർമാർ പരാജയപ്പോൾ വിങ്ങർമാർ രണ്ട് സൈഡിലൂടെ വന്ന് നല്ല ക്രോസ് നല്ല ഹൈബോളും കൊടുത്താൽ തന്നെ എപ്പോഴും ഈ ഡിഫൻസിനെ സ്കാറ്റേർഡ് ആക്കാമല്ലോ. അങ്ങനെ ഒരു അതൊരു വലിയ വീക്ക്നെസ് ആണ്. അങ്ങനെ നമ്മൾ വിങ്ങർമാർ ഇപ്പോൾ മെദീന ഈ കളിയിൽ പരാജയപ്പെട്ടു, അതുകൊണ്ടാണ് ടാഗ്ലിയ രണ്ടാം ഇതിൽ ഇറക്കേണ്ടി വന്നത്, സബ് ഇറക്കേണ്ടി വന്നത്. ഇപ്പുറത്ത് മൊളീനയും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു മൊളീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊളീനല്ലേ മറ്റേ മെസ്സിന്റെ പാസ് ഗോൾ നല്ല പെർഫോമൻസ്. മറ്റേ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ആദ്യമായിട്ടാണ് മെസ്സി കളിക്കുന്ന സമയത്ത് മെസ്സി ഇല്ലാത്ത ആൾക്കാർ ഗോൾ അടിക്കുന്നത്. എല്ലാവരും അടിക്കുന്നത് രണ്ട് സെൻട്രൽ ബാക്കുമാരാണ്, അത് ശ്രദ്ധിക്കണം. ലിസാൻഡ്രോ മാർട്ടിനസും റൊമേറോ അടിച്ചു ഓൺ ഗോളാണ്, എന്നാലും അതിനകത്ത് ഹെഡ് ചെയ്ത് റൊമേറോ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം നമ്മുടെ അറ്റാക്കേഴ്സ് ഇതുവരെ അങ്ങനെ ഒരു മെസ്സിയുള്ള സമയത്ത് ആകെ നമ്മൾ പിന്നെ എന്താ പറയുക ലൗതാറോ മാർട്ടിൻ അടിച്ചൊരു പെനാൽറ്റി മാത്രമാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ കോച്ചിൽ ഇപ്പോൾ സ്ക്വാഡിലില്ലാത്ത കളിക്കാത്ത 11 കളിക്കാത്ത നമ്മുടെ എന്താ പറയുക ലോസെൽസൺ അടിച്ചിട്ടുള്ളത് ഫ്രീ. മെസ്സി ഇല്ലാത്ത ടൈമിൽ ആവശ്യമില്ലാത്ത സമയത്താണ്. അത് ഫീൽഡ് ഗോളല്ല, ഫീൽഡ് ഗോൾ നമുക്ക് വന്നിട്ടില്ല. ഫീൽഡ് ഗോൾ ഇത് വരുന്നത് മിക്കവാറും ഇതാണ് സെറ്റ് പീസുകൾ ഇന്നത്തെ ഗോളുകൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത്. ടീം ഗോൾ വരുന്നില്ല, ഫീൽഡ് ഗോൾ. അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, നമ്മൾ ഡിഫൻഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, എല്ലാം സംസാരിച്ചു. പക്ഷെ നമ്മൾ സംസാരിക്കാത്ത ഒരാളുണ്ട്. ഒരു പക്ഷേ ഗബ്രാൾ വീണ്ടും ഫ്രീ കിക്ക് എടുത്തപ്പം ഗോളാവുമായിരുന്നു. ഫസ്റ്റ് കബ്രാളിനെ പറ്റി പറഞ്ഞു. കബ്രാളിനെ രണ്ട് വാക്ക് പറയാൻ ഞാൻ ചോദിക്കണം. ഗബ്രാലിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഈ മാച്ചിലിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കബ്രാളിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു പിന്നെ ഒരു പോർച്ചുഗീസ് പേരാണല്ലോ കബ്രാൾ എന്നുള്ളത്. തോന്നുന്നത് പണ്ട് കേരളത്തിലേക്കുള്ള വാസ്കോ ഡി ഗാമയുടെ വരവിന്റെ പേരിലേക്ക് ഏതൊരു കബ്രാളിന്റെ രാജാവിന്റെ പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ 2 ഗബ്രാൾ ടീമിലുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. പക്ഷേ ബാക്ക് ലൈനിൽ കളിക്കുന്ന പിന്നെ ലെഫ്റ്റ് വിങ് ബാക്ക് ഗബ്രാളുണ്ട്. അയാൾ ഇന്ന് ഗംഭീര പ്രകടനം. എനിക്ക് ആളുടെ ഞാൻ പിന്നെ സ്റ്റാറ്റ്സ് നോക്കിയപ്പോൾ 96% അയാളുടെ ബോൾ പാസിംഗ് അക്യൂറസി ഇന്ന്. ഫൈനൽ തേർഡിലേക്ക് ഒരു പിന്നെ 2 പാസങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രീ കിക്ക് അടക്കം ഒരു ഗോൾ അടിച്ചു. ഗംഭീരമായ ഒരു ഈ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഗോൾ എന്ന് പറയുന്ന ഗോൾ അടിച്ചു. അറ്റാക്കിംഗ് വിങ് ബാക്ക്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ ചാനൽസ് മെസ്സിയുടെ ചാനൽസിനെ മുറിച്ച് കളയുന്ന തരത്തിലുള്ള ഒരു കളി ആൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആൾ ഗംഭീര പ്രകടനം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു മോസ്റ്റ് വാല്യബിൾ പ്ലേയേഴ്സിൽ ഒരാൾ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞോളൂ. ഗബ്രാലിനെ കുറിച്ചാണോ അതോ എമിലിയാനോ മാർട്ടിനസിനെ? എമി കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മാച്ചിലും. ഈ മാച്ചിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് പോലും വന്നിട്ടില്ല. ഒറ്റ ഷോട്ട് വന്നു, ഒറ്റ ഷോട്ട് അത് അത്ര ഒരു പവർഫുൾ ഒന്നും അല്ലായിരുന്നു. പരീക്ഷിക്കപ്പെടാൻ തക്കത്തുള്ള ഒരു ഷോട്ട്. അയാൾ കുറെ കൂടി പരീക്ഷിക്കപ്പെടണം. എന്നാലേ ഈ പരീക്ഷപ്പെടുന്നതോടും ചൂട് കൂടുന്തോറും ഇങ്ങനെ കത്തി വരുന്ന നിരന്തരം അടി വരുന്നുണ്ട്. ഒസീഞ്ഞ എങ്ങനെയാണ്? ഒസീഞ്ഞക്ക് ഇങ്ങനെ സ്പെയിനിന്റെ മറ്റേ അറ്റാക്കേഴ്സിനൊക്കെ സാധനം ഇങ്ങനെ വന്ന് ഇങ്ങനെ ചൂട് പഴുത്തപ്പോഴല്ലേ ഇത് ഇങ്ങനെ കത്തി വന്നത്. എംപാസി മറ്റേ DR കോങ്കോയുടെ എംപാസിന്റെ ഗോൾ കീപ്പർ അതുപോലെ തന്നെ ഭയങ്കര പ്രകടനമായിരുന്നല്ലോ. അപ്പൊ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് സെക്കൻഡ് ഹാഫിൽ അവള് പരീക്ഷിക്കപ്പെട്ടു. ആ കബ്രാളിന്റെ ഫ്രീ കിക്ക് അതൊന്നും ചെയ്യാനില്ല. അത്ര ആ ഒരു പിന്നെ സ്ഥലത്തിന് അത്രയും പെർഫെക്റ്റ് ആയ പിന്നെ കെർവ് കിട്ടുന്നു. അതായത് ഗോൾ അടിച്ച അതേ സ്പോട്ടിലാണ്, ഏകദേശം അതേ സ്പോട്ടിലാണ് ആ ഫ്രീ കിക്ക് ലഭിക്കുന്നത്. രണ്ടും ഗോൾ അടിച്ച ആ ഗോള് നോക്ക് നിങ്ങൾ, ഗോളിൽ കൊടുക്കുക അത്ര പെർഫെക്ഷൻ. ഒരു പക്ഷേ തന്നെ എൻസോ ഫെർണാണ്ടസ് ഇയാളെ മെക്കലിസ്റ്ററിനെ വെട്ടി കഴിഞ്ഞിട്ടാണ് അവൻ ഫ്രീ ആവുന്നത്. മുമ്പിൽ 3 ഡിഫൻഡർമാരുണ്ട്. അവിടുന്ന് ഒരു ഗോൾ അങ്ങനെ അടിക്കണമെങ്കിൽ അത് അയാളുടെ വിഷൻ്റെ ഗോൾ തന്നെ ഗോളാണ്. വിഷൻ്റെ ആൾ കഴിവ് തന്നെയാണ്. കാരണം അത്ര കൃത്യമായ അളവ്, കർവിങ് എല്ലാം കൃത്യ സ്ഥലത്തേക്ക് ബോൾ പോകുന്നത്. കുറച്ചുള്ളോട്ട് വന്നാൽ എമ്മി തട്ടി മാറ്റും. ആ കൊടുക്കാത്തതിൽ ഏറ്റവും മൂലപ്പന്ത് നമ്മൾ നമ്മളെ അത്ര മൂലപ്പന്ത് ഇറക്കിയിട്ട് വളച്ചിറക്കിയിട്ടാണ് ഗോൾ നേടിയിട്ടുള്ളത്. അസാമാന്യ ഗോളായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, ഒരു ഗംഭീര സേവ് ഉണ്ടായി. പക്ഷെ അവസാനം അത് ഇയാള് തന്നെ ഫ്രീ കിക്കുന്നതാണ്. ഗംഭീര സേവ് ആയില്ല. അപ്പോഴത്തേക്കും ഓണായ ആള്. എനിക്കൊന്നും വരുന്ന കളികളിൽ കുറെ കൂടി പൊതുവെ മറ്റേ എമ്മിയുടെ ശരീരഭാഷ എനിക്ക് മൊത്തത്തിൽ എൻ്റെ മോനെ കൂടെ കളി. മോൻ ബ്രസീൽ ഫാനാണ്. അവൻ ഈ ചങ്ങായിൽ ഡാൻസ് ചെയ്യുന്നത് ഡാൻസ് ചെയ്യാത്തെന്ന് നോക്കുന്നത്. അവന് പിന്നെ മാച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനുള്ള സാധാരണ രീതിയിൽ. പക്ഷേ അവൻ്റെ പിന്നെ ബോഡി ലാംഗ്വേജിൽ മൊത്തത്തിൽ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ അല്ലെങ്കിൽ ഒരു പേടി പോലൊക്കെ, പേടിയെന്നല്ല, അത്ര ഒരു മറ്റേ ഒരു ചാർജ്ഡ് എമ്മി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സൈഫ് പറഞ്ഞ പോലെ ആ ക്രോസ് ആ ഫ്രീ കിക്ക് തടുത്തെടുത്ത് വെരി ക്രൂഷ്യലായിരുന്നു. നല്ല അതും അടിപൊളി കിക്കായിരുന്നു അല്ലേ. ലാസ്റ്റ് സെക്കൻഡിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ മുകളിലൂടെ വാർമ ഒരഞ്ഞടിക്ക് വീഴുന്ന കിക്കായിരുന്നു. പക്ഷെ അവിടെ എത്തുമ്പോൾ ഡിഫൻസ് സ്ട്രോങ് ആണെന്ന് ഗോൾ കീപ്പർക്ക് തോന്നുമ്പോഴാണ് അയാൾക്ക് കുറെ കൂടി ഒരു കോൺഫിഡൻസ്. ഡിഫൻസ് വീക്ക് ആണെന്ന് അയാൾക്ക് ഒരു അലട്ടൽ, ഒരു അല്ലൽ ഉള്ളിലുണ്ടോ എന്തോ അറിയില്ല. ഒരു ആത്മവിശ്വാസക്കുറവ് ത്രൂ ഔട്ട് എമിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. വരുന്ന കളികളിൽ എന്താവുമെന്ന് കണ്ടറിയാനാണ്. നമ്മളിപ്പം കഴിഞ്ഞ കളിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ കേബോ വെർഡെ എന്നുള്ളൊരു ടീം, ഞാൻ രണ്ടാളുടെയും പേഴ്സ്പെക്റ്റീവ് ചോദിക്കുകയാണ്. കേബോ വെർഡെ എന്നുള്ള ടീം
ഇപ്പം ലോകത്തിന് കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്. എന്താണ് സൈഫുക്കാക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായും നേരത്തെ ഷാഫിക്ക് സൂചിപ്പിച്ചതുപോലെ വേൾഡ് കപ്പാണ്. ഓരോ കോണ്ടിനെന്റിൽ നിന്ന് വരുന്ന ടീമുകൾക്ക് അവരുടേത് മാത്രമായ കേളി ശൈലികളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാർ എവിടുന്നാണ് ഈ കളി പഠിച്ചു വരുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ചില ടീമുകളെയൊന്നും ഇപ്പോൾ ഒരു ക്രൂഷ്യൽ മാച്ച്, ഇപ്പോൾ വലിയ ഓപ്പണൻസ് ഒക്കെ വരുമ്പോൾ അവരെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തും എതിർ ടീമിൻ്റെ കോച്ചസ്. ഇവർക്ക് മറ്റേ നമ്മുടെ ഇതിൽ എന്താ പറയുക, ടാക്ടിക്കൽ ബോർഡൊക്കെ വെച്ചിട്ട് പ്ലെയേഴ്സിനൊക്കെ ഇരുത്തിയിട്ട് സപ്പോർട്ടിങ് സ്റ്റാഫൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെയാണ് അവരുടെ കീ പ്ലെയേഴ്സ്, അവർ ഇന്ന വഴിയിലൊക്കെ നീങ്ങും. അപ്പോൾ ഈ കാബോ വെർഡയുടെ കളിക്കാരെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ റിസർച്ചും കാര്യങ്ങളൊന്നും അർജൻറ്റീന നടത്തി കാണില്ല. കാരണം അവർ ഓക്കെ പിന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിൻ അടക്കമുള്ള ടീമിനെ അവർ സമനിലയിൽ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒരു കടുകട്ടി അഗ്നിപരീക്ഷണം തരാൻ കെൽപ്പുള്ളൊരു ടീമായിരിക്കും എന്നുള്ളൊരു സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ റിസർച്ചൊന്നും നടത്താതെ തന്നെയാണ് ഈസി ജയിച്ചു പോവാം എന്ന് കരുതിയിട്ടാണ് അർജൻറ്റീന ഇന്ന് കാബോ വെർഡയ്ക്കെതിരെ കളിക്കാൻ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഒരു ടഫ് ഓപ്പണൻ്റനായിരിക്കും, നമ്മളങ്ങനെ ഈസി ആയിട്ട് കാണുന്നില്ല എന്നൊക്കെ സ്കലോണി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ഒരു വലിയ എതിരാളിയായിട്ട് ഇന്ന് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാബോ വെർഡെ പോലെയുള്ള ടീം ഈ അതായത് നമ്മൾ ആദ്യമായി ഒരു ജോലി തുടങ്ങുന്ന ഒരാൾക്ക് ഇതിനോടുള്ള ഒരു വളരെ പാഷനേറ്റായിട്ട് ആയിരിക്കുമല്ലോ അവരതിനെ സമീപിക്കുക. വളരെ പാഷനേറ്റായിരിക്കും, ഭയങ്കര എന്താ പറയുക, കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും, ഡെഡിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തുടക്കക്കാരെ നമ്മൾ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാൻ അങ്ങനെ സിമ്പിളായിട്ട് ജഡ്ജ് ചെയ്യരുത്. ഈസി വിൻ കിട്ടും എന്നുള്ള രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ഒരുപാട് എക്സാമ്പിൾസ് മുൻ ലോകകപ്പുകളിലൊക്കെ ഉണ്ട് ഇതേപോലെ കുഞ്ഞൻ ടീമുകൾ വന്നിട്ട് ഭയങ്കര ഞെട്ടിച്ചു പോയ ടീം. അപ്പോൾ കാബോ വെർഡെ പോലെയുള്ള ടീം എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 48 ടീംസ് ആയതുകൊണ്ടാണ് നമുക്ക് കാബോ വെർഡയെ കിട്ടിയത്. ആകെ കൂടി എനിക്ക് ഈ ഫിഫയോടും ജിയാനി ഇൻഫാന്റിനോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട്, ഇറാൻ്റെ കാര്യങ്ങളിലൊക്കെ വിയോജിപ്പുകളുണ്ട്. അപ്പോഴും ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ നല്ല നല്ല ടീമുകളെ കിട്ടി. കോങ്കോയെ പോലെ, കാബോ വെർഡയെ പോലെ കുറേ നല്ല ടീമുകൾ കിട്ടി. അതിൽ ഫിഫയോട് ഒരു നന്ദിയുണ്ട്. ഇതിനകത്ത് പിന്നെ എനിക്ക് കാബോ വെർഡെ എന്ന ടീമിനെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സബ് സഹാറൻ ആഫ്രിക്കൻ ടീമുകൾ എന്ന് പറയും, സബ് സഹാറ മരുഭൂമിയുടെ തെക്ക് ഭാഗത്തുള്ള ടീമുകൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവരൊക്കെ പുറത്തായി. സെനഗൽ, ഐവറി കോസ്റ്റ്, ഇപ്പോൾ കോങ്കോ, കാബോ വെർഡെ, പിന്നെ നമ്മുടെ ഘാന, സൗത്ത് ആഫ്രിക്ക, പിന്നെ ടീമും കൂടി ഉണ്ട്. അപ്പോൾ ആകെ സർവൈവ് ചെയ്ത ആഫ്രിക്കൻ ടീമുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മൊറോക്കോ, പിന്നെ എന്താ പറയുക ഈജിപ്ത്. രണ്ടും ആഫ്രിക്കൻ ടീം എന്ന് പറയാൻ പറ്റില്ല, രണ്ട് മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ അറബ് ടീമുകളാണ്. ഒന്ന് ഈജിപ്ത് ഏറെക്കുറെ അറേബ്യൻ പെനിൻസുലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന മറ്റ് മെഡിറ്ററേനിയൻ ടീമാണ്. യൂറോപ്പുമായിട്ടാണ് കുറച്ചും കൂടി യൂറോപ്യൻ പ്ലേയേഴ്സ് കളിക്കുന്ന ടീമാണ്. അപ്പോൾ ഈ പിന്നെ സബ് സഹാറൻ പിന്നെ കളിക്കാരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അവർ ഇമോഷണലി ആൻഡ് ഫിസിക്കാലിറ്റിയാണ് അവരുടെ പ്രത്യേകത. അവരുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഹൃദയം കൊടുത്ത് കളിക്കും. നമുക്കറിയാം അവസാന നിമിഷം വരെ ഹൃദയം കൊടുത്ത് കളിക്കും. പക്ഷെ അവർ ആ ഇമോഷൻ്റെ ബ്ലോക്കിൽ അവർ വീഴും ചെയ്യും. നമുക്ക് ലാസ്റ്റ് മിനിറ്റിലെ പ്രഷറിലാണ് നമുക്ക് നോക്കിയാൽ ഈ വേൾഡ് കപ്പിൽ ഈ ടീമുകളൊക്കെ എല്ലാ ടീമുകളും മിക്കവാറും എല്ലാ ടീമുകളും വീട്ടിൽ ലാസ്റ്റ് 10 മിനിറ്റിലോ ലാസ്റ്റ് 5 കളി 50 മിനിറ്റ് ആണെങ്കിൽ ഇവർ ജയിക്കുന്നു പറയുന്നത്. ബെൽജിയം അവസാന 2 ഗോൾ അടിച്ച് ഒരു ലേസി മൂഡിലേക്കൊക്കെ സെനഗൽ മാറി. അതുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് 90 മിനിറ്റ് വരെ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലൊരു ഒരു മാനസിക വളർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ടീമുകൾ എത്താത്തത് എന്നുള്ള ഒരു സങ്കടം പിന്നെ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ ഇരയാണ് ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കാബോ വെർഡെ. അപ്പോൾ അതിന് ശേഷം ഘാന ഇതേപോലെ തന്നെ. കാരണം പക്ഷേ ആ മാച്ചിനകത്ത് പിന്നെ കൊളംബിയ ഗംഭീരമായി കളിച്ചിട്ടാണ് ജയിച്ചത്. എന്നാൽ പോലും ഈ ടീമുകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്രൂഷ്യൽ മാച്ചസിൽ ലീഡ് കിട്ടിയിട്ട്, ലീഡ് അല്ലെങ്കിൽ പിന്നെ അർജന്റീന 2 ഒപ്പം പിടിച്ചിട്ട് സസ്റ്റെയിൻ കഴിഞ്ഞില്ല. അപ്പോൾ കോങ്കോ ആണെങ്കിൽ പിന്നെ ലീഡ് കിട്ടിയതിന് ശേഷം അവർക്ക് ദയം കഴിഞ്ഞിട്ടില്ല. ഐവറി കോസ്റ്റിൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സെനഗലിൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ ടീമുകളുടെ ഒക്കെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബ്ലാക്ക് പ്ലേയേഴ്സ് കളിക്കുന്ന ടീംസ്, മറ്റൊക്കെ ഈജിപ്തായാലും അല്ലെങ്കിൽ തുണീഷ്യ അല്ലെങ്കിൽ അൾജീരിയ അല്ലെങ്കിൽ മൊറോക്കോ, അതൊക്കെ ഒരു കാര്യം ബ്ലാക്സ് അല്ല കളിക്കുന്നത്. ഒരു ശരിക്കും അവരുടെ ഒരു തന്നെ മെഡിറ്ററേനിയൻ എന്താണ് പിന്നെ ആ ഭാഗത്തുള്ള പിന്നെ ആൾക്കാരാണ്. അവരുടെ ശരീരഭാഷയും ലുക്കൊക്കെ വേറെ തന്നെയാണ്. ഈ ബ്ലാക്ക് പ്ലേയേഴ്സ് കളിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇമോഷൻ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർ ഇമോഷണലി ഇവർക്ക് ഈ 90 മിനിറ്റ്സ് പ്ലസ് കളിയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു ഇതില്ല. പക്ഷേ അതിന് ഫിസിക്കുണ്ട്, ഒരു ത്രൂഔട്ട് കളിക്കുന്നുണ്ട്. ഇതേ കളിക്കാർ, ഇതേ ബ്ലാക്സ് ഫ്രാൻസിൽ പോയിട്ട് ഫ്രാൻസിലെ ടീമിൽ ഓൾമോസ്റ്റ് ഒരു ആഫ്രിക്കൻ ടീമാണ് ഫ്രാൻസ് അല്ലേ. അതുപോലെ തന്നെ മറ്റേ ഇംഗ്ലണ്ട് ടീമിൽ കുറേ പിന്നെ ബ്ലാക്ക് പ്ലേയേഴ്സ് ഉണ്ട്.
ബെൽജിയത്തിലുണ്ട്. ഇങ്ങനത്തെ മെയിൻ ടീംസിലൊക്കെ ഈ കളിക്കാർ യൂറോപ്പിലെത്തുമ്പോൾ യൂറോപ്യൻ ഇവരുടെ ഒരു അൻസിസ്റ്ററിൽ ഇതിൽ യൂറോപ്പിലേക്ക് എത്തുമ്പോൾ അവർ ഗംഭീരമായി കളിക്കും. അപ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ടെക്നിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ടെക്നിക്കൽ ഒരു നോളജാണ് ഇവരെ കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഫുട്ബോൾ കൾച്ചർ യൂറോപ്പിൽ കൊടുക്കുന്ന ഹൈ എന്താ പറയുക ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഉന്നത ക്വാളിറ്റി ഉള്ള ഒരു ഫുട്ബോളിങ് ഒരു ഫെസിലിറ്റിയും ആ ഒരു എഡ്യൂക്കേഷനൊക്കെ ഈ ആഫ്രിക്കൻ ടീംസിന് കിട്ടുകയാണെങ്കിൽ ഒരു അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മിക്കവാറും ഒരു ടീമിനെങ്കിലും സെമിയിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അവസാനം പുറത്തായിട്ടുള്ള ഖാന ടീമിൻ്റെ കോച്ച് കാർലോസ് കെറോസ് നമ്മൾ നേരത്തെ അറിയാമുള്ള അദ്ദേഹം ഇറാനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. കെറോസ് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ ഖാനയുടെ ഒരു ചാർജ് എടുത്തിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ ഖാന കളിച്ച കളി നല്ല കളിയായിരുന്നു. മൊത്തത്തിൽ അവരുടെ ഒരു കളികളൊക്കെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. ഇന്ന് പുറത്തായത് ശരി, എന്നാലും ഇവർ പറയുന്നത് ഈ കെറോസിനെ നെക്സ്റ്റ് അടുത്ത വേൾഡ് കപ്പ് വരെ കൂടി ഇവർ റിട്ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ലോങ് ടേം പ്രൊജക്റ്റ് കൊടുത്തിട്ട് എല്ലാ ആഫ്രിക്കൻ ടീമുകളും ഇത്തരത്തിലുള്ളൊരു ക്വാളിറ്റി മാനേജർമാരെ കൊണ്ടുവന്നിട്ട് ആ തരത്തിലുള്ളൊരു ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്കറിയാം നമ്മൾ ഈ ആഫ്രിക്കൻ നാഷണൽ കപ്പിൻ്റെ ഫൈനലിൽ കോച്ചാണ് സെനഗൽ ടീമിന് കയറി പോകാൻ പറഞ്ഞത്, ഓർമ്മയില്ലേ? ഇവരുടെ സെനഗലിൻ്റെ കോച്ച് പാപ്പെ അല്ലേ? പാപ്പ ദിയോഫ് അല്ല, ആരാണ് കയറി പോകാൻ പറയുന്നത്? ഒരു മാനേജർക്ക് അയാൾ ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ആലോചിക്കുന്നത്. പക്ഷേ യൂറോപ്പിലൊന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, കാരണം അവർക്ക് ഇതിൻ്റെ പ്രൊഫഷണൽസ് അറിയാം. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നോളജ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ആഫ്രിക്കയ്ക്ക് വരാമെങ്കിൽ ആഫ്രിക്കനെ ഒരിക്കലും മറികടക്കില്ല. അവർ ഫിസിക്കാലിറ്റി പ്രൊഫഷണലിസം സാദിയോ മാനെ കാണിച്ചു എന്നുള്ളതാണ് ആ മാച്ചിൽ. അതെ, ശരിയാണ്. പക്ഷേ അതിലെ മൊത്തത്തിൽ ഇവർക്ക് അവസാനമ്പോഴേക്കും ഇവർ തളരുകയാണ്. വി ആർ ഗോയിങ് ടു ക്ലോസ് ഇറ്റ് ഡൗൺ എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിലാണ്. സെനഗലിൻ്റെ മാച്ച് കൃത്യ ഉദാഹരണമാണ്. 2 ഗോളിന് ലീഡ്. ഞാൻ 2 ഗോൾ ലീഡായപ്പോൾ ഞാൻ ചെയ്തു, സത്യം രാത്രി കിടന്നുറങ്ങി ഉറപ്പായിട്ട് ജയിക്കുന്നത്. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് സ്കോർ ബോർഡ് കാണുന്നത് 3-2 ബെൽജിയം ജയിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കവിത എഴുതുമ്പോൾ ഒരു മിസ്സിംഗ് വരുന്നുണ്ട്. ഈ ഫൈനൽ സെയിം ആണ്. ഇപ്പോൾ യൂത്ത് കപ്പിൽ നൈജീരിയയാണ് ഏറ്റവും കൂടുതൽ യൂത്ത് കപ്പ് നേടുന്ന ടീമുകളുള്ളത്. പക്ഷേ അവർ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അവർക്ക് ഒരു ക്വാർട്ടറിനപ്പുറത്തേക്ക് പോകും. അത് ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ഫെസിലിറ്റീസിൻ്റെ ഒരു കുറവായിട്ട് മാത്രമേ കാണുള്ളൂ. അത് മിക്കവാറും ആഫ്രിക്ക മറികടക്കും. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മിക്കവാറും നമുക്കൊരു മൊറോക്കയോ അല്ലെങ്കിൽ ഈ ടീംസിനെല്ലാം തന്നെ ശരിക്കും സബ് സഹാറൻ ആഫ്രിക്കൻ ടീമിൽ തന്നെ വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്റ്റേജുകൾ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കാബോ വെർഡെ എന്നുള്ള ടീം മനം കവർന്നു. അപ്പോൾ അവർ ഇനിയും അടുത്ത വേൾഡ് കപ്പിൽ വരട്ടെ. നമ്മൾ ഒരു പക്ഷേ ഈ നെതർലാൻഡ്സ്, ജർമ്മനി അല്ലെങ്കിൽ ബ്രസീൽ, അർജൻറ്റീന എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത വേൾഡ് കപ്പിൽ നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു ടീം തന്നെ ആയിരിക്കും കാബോ വെർഡെ എന്നുള്ളത്. അപ്പോൾ ഈജിപ്ത്, അർജൻറ്റീന കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഒറ്റ സങ്കടമുള്ളത് വസീഞ്ഞ അടുത്ത വേൾഡ് കപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. 40 വയസ്സായ ആള്. അതെ, അതൊരു സങ്കടമാണ്. പക്ഷേ അയാൾ ആദ്യം വന്ന അയാളുടെ ഡെബ്യൂ 42-ലാണ്. അതുകൊണ്ട് അയാളെ ഒരു 45-ലും വരാവുന്നതേ ഉള്ളൂ പുള്ളി. അതെ, നമുക്ക് ഈ സാധാരണ ഫുട്ബോൾ ടൈംസിൽ അങ്ങനത്തെ കളിക്കാരുടെ സമയത്ത് ഉണ്ടാവാറില്ല, പറയാൻ പറ്റില്ല. ആഫ്രിക്കൻസ് ആണ്. ഒരു പക്ഷേ ഫുട്ബോളിൻ്റെ മൊത്തം ആശയത്തിനെ മാറ്റി എഴുതാൻ കഴിഞ്ഞേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? പ്രതീക്ഷിക്കാം.